അപ്പൊ എന്ത് വേണം? അത്യാഗ്രഹം കൊണ്ട് ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമ്പത്ത് എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കാം, അള്ളാഹ് കൊടുക്കുന്നത് സ്വീകരിക്കാം, അതിനോട് തെറ്റില്ല. അള്ളാഹിനെ മറന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് അത്യാഗ്രഹിയുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഖുദ്സിയ ഹദീസ് അള്ളാഹു പറയുന്നതായിട്ട് എന്താ? യബ്ന ആദം, മനുഷ്യ, ഇൻ റളീത ബിമാ ഖസംതു ലക്, നിനക്ക് ഞാൻ ഓഹരി ചെയ്ത് തന്നതുകൊണ്ട് നീ താല്പര്യപ്പെട്ടാൽ അറഹ്തു ഖൽബക, നിന്റെ മനസ്സ് ഞാൻ സമാധാനമാക്കും. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സമാധാന. കോടിക്കണക്കിന് ഉറുപ്പിണ്ടായാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താ ഓൻ എന്താ അവന്റെ കഥ? മെഡിക്കൽ കോളേജിൽ ഡോക്ടർ, സമ്പത്തുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, ഒക്കെ എല്ലാം നല്ല കറക്റ്റാ, പേരുണ്ട്, ചൂരുണ്ട്. പക്ഷെ അയാൾക്ക് സമാധാനം കിട്ടാതെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വന്തം കാറിൽ രാമനാട്ടുകരയിൽ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് വിൻഡോ കടച്ചിട്ട് ശരീരത്തിൽ മരുന്ന് വെച്ച് കുത്തിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഒക്കെ അയാൾക്കുണ്ട്, പക്ഷെ മനസ്സമാധാനം മാത്രമില്ല. അപ്പൊ ലോകത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഐശ്വര്യം വേണമോ, മുതലാളിയാണോ, ആത്മസംതൃപ്തി മതി, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ ഞാൻ ഓനെ റാഹത്താക്കും. അതല്ല, ഞാൻ നിനക്ക് ഓഹരി ചെയ്ത് തന്നതുകൊണ്ട് നീ താല്പര്യപ്പെടുന്നില്ലെങ്കിലോ സല്ലത്തു അലൈക ദുനിയ, ദുനിയാവിനെ നിന്റെ പെരടിക്ക് ഞാൻ അങ്ങ് ഇട്ടൊരു പിടിച്ചോ, നാ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൂട് എന്ന് പറഞ്ഞിട്ട് കഴുത്തുകൂടാണ്ട് ഇട്ട് കൊടുക്കും. കാട്ടിൽ മൃഗങ്ങൾ ഓടി നടക്കുന്നത് പോലെ നീ ഇങ്ങനെ ചാടി ഓടി നടക്കും മുതലുണ്ടാക്കാൻ. പക്ഷെ എത്ര പാഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പദവിയും പ്രതാപവും തന്നെയാണ് സത്യം. ഞാൻ നിനക്ക് കണക്കാക്കിയതിനപ്പുറം ഒന്നും നിനക്ക് എത്തിക്കാൻ സാധ്യമല്ല. ഇതങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത്യാഗ്രഹവും വേണ്ട, അതും ശുദ്ധീകരിക്കുക. അവസാനമായി ശഹ്വത്താണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ അമിതമായ വികാരം. സ്നേഹനിധികളായ ഇണകളെ വീട്ടിലിരുത്തിയിട്ട് പുറംചാടുന്ന ആണും പെണ്ണും. ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ കോളേജിന് മുമ്പിലോ പോയാൽ വടക്ക് നോക്കിന്റെ മാതിരി ഓന്റെ തല അങ്ങോട്ട് മാത്രമേ തിരിഞ്ഞിക്കൊള്ളൂ. പെണ്ണുങ്ങളിലോടത്തേക്ക് ബസ് കയറിയാലും അങ്ങോട്ടേ തിരിയുള്ളൂ. ഒരു ജാതി സ്വഭാവം ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് അതിന്റെ ഭാഗത്തേക്ക്. കണ്ണിനെ സൂക്ഷിക്കുന്ന കാര്യം വരുന്നുണ്ട്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് അമിതമായ വികാരം എന്ന് പറയുന്ന മനസ്സിന്റെ സ്വഭാവമാണ്, ചീത്ത സ്വഭാവമാണ്. ഇത് മനസ്സിൽ നിന്ന് ശുദ്ധീകരിക്കണം. എവിടെയും പ്രശ്നങ്ങളാണ്. ആണും പെണ്ണും ഒറ്റപ്പെടുന്നിടത്ത് പിശാചിടപെടും, അവിടെ തെറ്റുകൾ ചെയ്യിപ്പിക്കും. വളരെ മോശമാണ് നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സഹോദരന്മാരെ. ചുരുക്കത്തിൽ അതും മനസ്സിൽ നിന്ന് ശുദ്ധീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തഖ്വാ ഫിൽ ഖൽബിന്റെ ഭാഗമായി ആദ്യം ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അതിൽ നിന്ന് കിബർ നീക്കുക, ഹസദ് നീക്കുക, അതുപോലെ തന്നെ അത്യാഗ്രഹം നീക്കുക, ശഹ്വത്ത് നീക്കുക. ഇങ്ങനെ ശുദ്ധിയാക്കിയ ഹൃദയത്തിൽ നല്ല സ്വഭാവങ്ങൾ ഇട്ടുകൊടുക്കണം. ഏറ്റവും പ്രധാനമായി മനസ്സിൽ ഇട്ടുകൊടുക്കേണ്ടത് തഹല്ലി. ഒന്നാമത് തന്നെ വേണ്ടത് ഈമാനാണ്. ഈമാൻ എന്ന് പറയുമ്പോൾ ഈമാന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 6 കാര്യങ്ങളല്ലേ ഈമാൻ കാര്യമായിട്ട് നമ്മൾ പഠിച്ചത്. അതൊക്കെ പഠിച്ചത് നിങ്ങളവിടെ മനസ്സിൽ വെച്ചോളി. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ പ്രാവർത്തികമാക്കാനുള്ളത് പ്രാവർത്തികമാക്കിക്കോളി. ഞാൻ പറയുന്നത് ഈമാന്റെ ചില വിശേഷണങ്ങളാണ്. ഈമാനിന് 4 പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 1, ഈമാനുണ്ടാവേണ്ട ഗുണം എന്താണെന്നറിയോ? ആദ്യം മനസ്സിലാക്കുക, ഈമാനുള്ളവനല്ലേ രക്ഷപ്പെടൂ. അല്ലാഹു തആല ഖുർആനിൽ എന്താ പറഞ്ഞത്? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അലീം. അറിയുക, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിനെ കാര്യകർത്താവായി, അള്ളാഹുവിനെ രക്ഷകനായി അംഗീകരിച്ചവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് വേദനിക്കേണ്ടി വരില്ല, വേജാറാവേണ്ടി വരികയില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. എങ്ങനത്തവരാണെന്നോ അവർ വിശ്വാസമുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സന്തോഷമുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. അള്ളാഹുവിന്റെ വചനങ്ങൾക്കൊരു മാറ്റലോ തിരുത്തലോ ഇല്ല. ദാലിക ഹുവൽ ഫൗസുൽ അലീം. അത് മഹത്തായ വിജയമാണ്. അപ്പൊ വിജയം ലഭിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ സുഖം ഉണ്ടാവുക എന്നുള്ളതല്ല, സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല. ഇവിടെ മനസ്സമാധാനവും ആഖിറത്തിൽ അല്ലാഹുവിന്റെ സ്വർഗവും. അതാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഈമാനുണ്ടായ ദുനിയാവിൽ കുറെ മുതലുണ്ടാവുമെന്ന് ചിന്തിക്കരുത്. അത് വെറുതെയാണ്. കാരണം അതുണ്ടാവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനല്ലേ കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ അവിടെ കൊടുത്തത്? മാലി വലിദ് ദുനിയാ മാ അന ഇല്ലാ
ഞാനും ദുനിയാവുമായ എന്ത് ബന്ധമാണ്? ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ. ഒരു ഭാഗത്ത് കൂടെ വരുന്നു, അല്പം വിശ്രമിക്കുന്നു, പോകുന്നു, ഇതിനപ്പുറം എന്താണ്? അതല്ലേ റസൂൽ കൊടുത്തോളൂ. അപ്പൊ ഇവിടെ കുറെ സുഖം ഉണ്ടാവില്ല, ഫെസിലിറ്റീസ് അല്ല, സമാധാനമാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഈമാൻ ഏത് ഈമാനുള്ളവർക്കാണ് അത് കിട്ടുക? ഈമാന്റെ പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ ചുരുക്കി പറയുന്നു. 1, കലർപ്പില്ലാത്ത ഈമാനായിരിക്കണം. കലർപ്പില്ലാത്ത ഈമാൻ എന്റെ സ്വന്തം വകയല്ല. ഖുർആൻ പറയുന്നു, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ഒരു അതിക്രമത്തെയും കലർത്തിയിട്ടില്ല. അങ്ങനെയുള്ള വിശ്വാസികൾ അവർക്കാണ് നിർഭയത്വം ലഭിക്കുന്നത്. അവരാണ് നേർമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. അപ്പൊ ഞാനും മൂമിനാണ് എന്ന് പറഞ്ഞിങ്ങനെ നടന്നാ പോരാ, മറിച്ച് വിശ്വാസത്തിൽ ഒരു കലർപ്പ് ഉണ്ടാവാൻ പാടില്ല. എന്താണ് വിശ്വാസത്തിൽ കലരാൻ സാധ്യതയുള്ളത്? ഒന്നാമത് തന്നെ ശിർക്ക് കലരാനുള്ള സാധ്യത. അവിശ്വാസം വിശ്വാസത്തിൽ കലരുന്നു. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവർ ഭൂരിഭാഗവും വിശ്വസിക്കുന്നത് ശിർക്ക് കലർത്തിക്കൊണ്ടാണ്. അങ്ങനെ വിശ്വാസത്തിൽ ശിർക്ക് കലരാൻ പാടില്ല. ശിർക്ക് കലരാ എന്ന് പറയുമ്പോൾ തർക്കിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇനിയും നിങ്ങൾ കേൾക്കും. ഞാൻ പറയുന്നത് മറ്റു ചിലതാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ, പെണ്ണുങ്ങളെ കഥ എന്താണെന്നറിയോ? സുബഹി നിസ്കരിച്ച ഒളുവോട് കൂടിയിട്ട് ആ പർദ്ദയൊക്കെ ധരിച്ചിട്ട് മഫ്തൊക്കെ ഇട്ടിട്ട് അവർ പോകുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രശ്നങ്ങൾ അന്വേഷിക്കാനും മകൾക്ക് കല്യാണം ശരിയാവാനും ഭർത്താവിന് ഗൾഫിലുള്ള ജോലി സുഖാവാനും മരുമകളുടെ പ്രസവം വളരെ റാഹത്താവാനും ഒക്കെ പോകുന്നത് കോമരന്മാരടുത്തേക്കും അതുപോലെ തന്നെ മണ്ഡപത്തിലേക്കുമാണ്. ഇത് ശിർക്കല്ലേ? ഇതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊക്കെ ഇവിടുന്നാണ്ട് വിവരം അറിയിച്ചിട്ട് പെണ്ണുങ്ങളെ ഉത്ബോധനം നൽകണം. അവർക്ക് അനങ്ങിയാ മണ്ടുന്നത് എടുക്കാന്നറിയോ? അള്ളാഹിനോട് ഇവർക്കൊന്നും പറയാനില്ല, അള്ളാഹുവിനോടൊന്നും ചോദിക്കാനുമില്ല. ചോദിക്കാനുള്ളത് മുഴുവൻ ഈ ജാതി സൃഷ്ടികളോടാണ്. അതും അള്ളാഹുവിന്റെ ശത്രുക്കളോട് വ്യാപകമായി വരികയാണ്. ഞാൻ പറഞ്ഞു പോയാൽ കുറെ പറയേണ്ടി വരും, പക്ഷെ സമയമില്ല. ഞാൻ ചുരുക്കുന്നു. ചുരുക്കത്തിൽ വിശ്വാസത്തിൽ ശിർക്ക് കലരുന്നു, കലരാൻ പാടില്ല. 1. മറ്റൊന്ന്, വിശ്വാസത്തിൽ കലരാൻ സാധ്യതയുള്ള റിയാ. റിയാ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഏത് നല്ല സംഗതി ചെയ്യുകയാണെങ്കിലും അവിടെ പേരും പെരുമയും ഉദ്ദേശിക്കുക. നോമ്പ് തുറണ്ടാക്കുക, പേരും പെരുമയും ഉദ്ദേശിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് സദ്യയിലും പാവങ്ങൾക്ക് പങ്കാളിത്തം വേണം. അത് കിട്ടണില്ലല്ലോ, കാരണം പേരും ചൂരും ഉണ്ടാവില്ല. പാവങ്ങൾക്ക് കൊടുത്താൽ പേരും ചൂരും ഉണ്ടാവില്ലല്ലോ. അതുണ്ടാണെങ്കിൽ വലിയ മുതലാളിമാരെ വിളിച്ചു കൊടുക്കണം. മുതലാളിമാരെ മാത്രം വിളിച്ചുണ്ടാക്കുന്ന ഭക്ഷണം ചീത്ത ഭക്ഷണമാണ്. മുതലാളിമാരോട് വെറുപ്പുണ്ടായിട്ടുള്ളത്, അവർക്ക് തിന്നാൻ പല മാർഗമല്ലേ. പാവങ്ങളുണ്ടാവും, അവർ തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും, നമുക്കും പ്രതിഫലം കിട്ടും. മറ്റോര് തിന്നിട്ട് നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ജീരകത്തിന്റെ മണി അതുപോലെ തന്നെ ആ കൽക്കണ്ടൊക്കെ വായിലിട്ടിട്ട് പല്ല് കുത്തിര കോലെടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പറയും, പൊറാട്ട താമ്പാളയിക്കണേ. മറ്റോ പറയും അതല്ല, മുളക് കുറച്ച് ഏറിപ്പോയി. അപ്പൊ മറ്റോ പറയും അല്ല ഉപ്പാ കൂടുതൽ. ആ സുലൈമാന്റെ അവിടെ നാളുണ്ടാക്കിയ എന്താ ടേസ്റ്റ്. അല്ല അപ്പൊ വേറൊരുത്തന്റെ കമന്റ്, എന്റെ അഭിപ്രായത്തിൽ തിന്നാൻ കൊടുക്കാൻ കഴിയില്ലേ, പിന്നെ വിളിക്കരുത്. നല്ല വളർച്ച തിന്നിട്ടേ. നേരെ മറിച്ച് പാവപ്പെട്ടവൻ ആ ഉപ്പും മുളകൊന്നും നോക്കാതെ കിട്ടിയത് തിന്നിട്ട് അൽഹംദുലില്ലാഹ് പടച്ചോനെ എനിക്ക് ഇന്ന് കിട്ടിയല്ലോ, ഒരു സന്തോഷം തോന്നും. അൽഹംദുലില്ലാഹ്. നോമ്പ് തുറക്കാന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ നാട്ടിൽ പറ്റുന്ന രീതി, നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളുള്ള ഒരു കിറ്റ് ഒരു പരീക്ക് രാവിലെ അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ അവിടെ നോമ്പ് നോറ്റ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ കൂടിയിട്ട് റാഹത്തായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തിന്നും. ഒരു 100-120 ഉറുപ്പിക ചെലവാകുള്ളൂ. അവർക്ക് ആവശ്യമുള്ള ഉണ്ടാക്കി തിന്നൂടെ? നമ്മൾ കൊടുക്കുന്നത് പറ്റാത്തൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം അർഹരായ ആളുകൾക്ക് പലപ്പോഴും കിട്ടുന്നില്ല. കാരണം പെണ്ണുങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇരിക്കട്ടെ, എന്തോ ആവട്ടെ. ഏതായിരുന്നാലും ഒരു അഭിമാനത്തിന് വേണ്ടി ഒരു കുട്ടി ജനിച്ചാൽ നമുക്ക് വളരെ സന്തോഷകരമായ സംഗതിയാണ്. ഗൾഫുകാർക്ക് പ്രത്യേകിച്ചും ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ് വല്ലാത്ത സന്തോഷ അല്ലേ? ഭാര്യ പ്രസവിച്ചു, എന്ത് കുട്ടിയാ? ആൺകുട്ടിയാ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഖൈർ. 10 അൽഹംദുലില്ലാഹ്. പെൺകുട്ടിയാ? അൽഹംദുലില്ലാഹ്. ഏതായാലും ഒരു മുടിയാളീച്ചൽ ഉണ്ടാക്കണം, അക്കീക്കത്ത് അറുക്കൽ സുന്നത്തുണ്ട്. മനുഷ്യന്മാരെന്നിട്ട് എന്താ ചെയ്യണത്? അക്കീക്കത്ത് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരാട് അല്ലെങ്കിൽ ഒരു മാട്. ആ ഒരു മാട് വേണമെങ്കിൽ 7 കുട്ടികൾക്ക് ഒരേ പങ്കാളികളാകാം. ഇത് 2 പോത്തും കുറെ പോത്താളും ഇങ്ങനെ പോവാ. അമിതല്ലത്. അപ്പുറത്ത് പാവപ്പെട്ടവര് പട്ടിണി നടക്കുന്നവരുണ്ടാവും. നമ്മളിവിടെ പേരെടുക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? അഭിമാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് ശരിയല്ല എന്നാ ഞാൻ പറയുന്നത്. നേരെ മറിച്ച് അതൊരു കലർപ്പാണ് ഈമാനില്, അത് തിരുത്തണം. റിയാ, സുന്നത്ത് ഇതുപോലെ തുടങ്ങിയിട്ടുള്ള പല സംഗതികളും. ചുരുക്കത്തിൽ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ ഈമാനുള്ളവരാണ് രക്ഷപ്പെടുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൾദുൽം.
ളുൽമ് എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കുന്ന ഏത് സംഗതിയും ളുൽമ. വളഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി എന്നല്ലേ? ക്രമം തെറ്റിക്കാനാണ് ഇതിന്റെ അർത്ഥം ളുൽമ് എന്ന് പറയുന്ന അർത്ഥം.